Hello everyone, welcome to your class. This is our commerce faculty Gopika. So in we discuss നമ്മുടെ MSU BCom ലെ company level second unit ആണ് formation of company എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ഓക്കേ, അപ്പോൾ formation of company. ഒരു company form ചെയ്യുക. ഒരു company form ചെയ്യുക എന്നാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ച് കൂടി ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അത് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അത് 4 മെയിൻ എംസ് ആണുള്ളതെന്നാണ് പറയുക ഒരു ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ. മാൻ, മെറ്റീരിയൽ, മണി, മാനേജ്മെൻറ്റ്, അതെല്ലാം ഒന്നിച്ച് വന്നിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുന്നു. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ ഒന്നുകൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നാണ് ഫോർമേഷൻ ഓഫ് കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമേഷൻ ഓഫ് കമ്പനി ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. കാരണം അതിലും ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഇൻവോൾവ് ആണ്. ഓക്കെ, നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് ഫോർമേഷനെ പറയുകയാണെങ്കിൽ പ്രൊമോഷൻ സ്റ്റേജ്, ഇൻകോർപ്പറേഷൻ സ്റ്റേജ്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ള 3ആക്കി തിരിക്കാം. അപ്പോൾ എന്താണ്, ഒരു ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്താലേ അത് ലീഗാലിറ്റിയിൽ വരുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും ആ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യും. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഒരു പ്രോസ്പെക്ടസ് എന്നുള്ളൊരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുക. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായാൽ തന്നെ പ്രൈവറ്റ് കമ്പനി തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റേജ് ഓഫ് ഫോർമേഷൻ നോക്കാം. സ്റ്റേജ് ഓഫ് ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയായിരുന്നു? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ദ ഷെയർ ക്യാപിറ്റൽ സ്റ്റേജ് ആണ്. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഒരു സെലക്ഷൻ ഓഫ് നെയിമും കൂടി ഉണ്ട്. ആ 4 സ്റ്റേജ് ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോർമേഷൻ സ്റ്റേജ്, സെലക്ഷൻ ഓഫ് നെയിം, ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ സ്റ്റേജ്, റേസിംഗ് ഷെയർ ക്യാപിറ്റൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ സ്റ്റേജിൽ നമ്മൾ ഇൻക്ലൂഡ് ആവുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ അവിടെയാണ് നോക്കുക. അപ്പോൾ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അറിയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിൽ എൻ്റർ ആയിട്ട് ഡിമാൻഡുള്ള ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ് ഐഡിയ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഏതാണെന്ന് നോക്കും. അതിന് ഗ്രോത്ത് ഉണ്ടോ? നമ്മൾ ഇന്നത്തേക്ക് മാത്രമല്ലല്ലോ, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുക. സോ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് അതിന് ഗ്രോത്ത് ഉള്ളതാണോ, ഓപ്പർച്യൂണിറ്റി നമുക്ക് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ എൻ്റർപ്രനേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആരാണോ ഒന്നിച്ച് കൂടി ബിസിനസ് തുടങ്ങുന്നത് അവരുടെ ഒരു കണ്ടക്ട് ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷൻ വെക്കും. മാർക്കറ്റ് റിസർച്ച് നോക്കിയിട്ട് അവരവരുടെ ഇൻഡസ്ട്രി എങ്ങനെ ലിവറേജ്ഡ് ആവും, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അതിന് ഗ്രോത്ത് ഉണ്ടോ ഇല്ല അറിയാൻ വേണ്ടി അവർ ഡിസ്കവർ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന്, ഇന്നത്തെ ട്രെൻഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതിലാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീൻ്റെ ഫീസിബിലിറ്റി ഓഫ് സ്റ്റഡീസ് നടത്തും, മാർക്കറ്റ് അനാലിസിസ് നോക്കും, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ, ഫിനാൻഷ്യലി നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും നോക്കും. ആൻഡ് ആൾസോ നമ്മളതിൽ ചെക്ക് ചെയ്യുന്നത് റിസ്ക് അസസ്മെൻറ്റ്, എന്തൊക്കെ റിസ്കസ് വരാം, റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഓക്കെ, പിന്നെ നമ്മൾ അതിൽ നോക്കുക അസംബ്ലിംഗ് നെസസറി റിക്വയർമെൻറ്റ്സ്. അസംബ്ലിംഗ് നെസസറി റിക്വയർമെൻറ്റ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ലൈസൻസ്, പെർമിറ്റ്സ്, അതേപോലെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് നമ്മൾ ഫിസിക്കൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ടെക്നോളജി നീഡഡ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റില്ലേ, നെസസറി റിക്വയർമെൻറ്റ് നടത്തില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അസംബ്ലിംഗ് നെസസറി റിക്വയർമെൻറ്റ് നോക്കുന്നത്. പിന്നെ നമുക്ക് ഫിനാൻസിങ് ഓർ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സെക്യൂറിങ് ഫണ്ട്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. സോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണി വേണമല്ലേ. അപ്പോൾ ലോണ് കിട്ടുമോ? നമ്മുടെ പേഴ്സണൽ സേവിങ്സ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല പ്രൊമോട്ടർ വേണം, അവരുടെ ഫിനാൻഷ്യൽ ഓപ്ഷൻസ് എന്തൊക്കെയെന്ന് അറിയണം. സോ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രപ്പോസിഷനും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് പ്രൊമോഷൻ സ്റ്റേജിൽ ആദ്യം ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താ മനസ്സിലാക്കും, അത് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും, റിക്വയർമെൻറ്റ്സ് ഒക്കെ നെസസറി ആയിട്ട് കിട്ടില്ലേ നോക്കും, അസംബിൾ ചെയ്യാൻ പറ്റില്ല നോക്കും, നമ്മുടെ ഫിനാൻസിങ് കപ്പാസിറ്റി നോക്കും കേട്ടോ. ഓക്കെ, സെക്കൻഡ് വരുന്ന സ്റ്റേജ് നമ്മുടെ സെലക്ഷൻ ഓഫ് കമ്പനി നെയിമാണ്. നമ്മൾ കമ്പനിക്ക് ഒരു പേരിടുമ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ആണല്ലേ, നമ്മൾ കമ്പനിയുടെ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേരിടുന്നത്. ആ പേരിൻ്റെ ഒപ്പം ലിമിറ്റഡ് എന്ന് ചേർക്കണം. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് കൊടുക്കണമെന്ന് അത് ഫോമാറ്റാണ്, നമ്മൾ എന്തായാലും ലിമിറ്റഡ് കൊടുത്തിരിക്കണം. അതേപോലെ വേറൊരു പേരുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡുമായിട്ട് സിമിലാരിറ്റി പാടില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിക്കുള്ള യൂണിക്നെസ് ആണ് അത്. സോ നമ്മൾ സിമിലർ ആയിട്ടുള്ള വേറെ കമ്പനി കോപ്പി അടിച്ചുള്ള പേരും ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നുള്ളത് നമ്മൾ റേസിംഗ് ഷെയർ ക്യാപിറ്റൽ. റേസിംഗ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റിൽ എൻഡറിൽ വരും. അണ്ടർ റൈറ്റേഴ്സ് ആണ് നമ്മൾ എഗ്രിമെൻറ്റ് എഴുതുക. അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മളെ ഷെയർസ് എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കും. ആ ലിസ്റ്റിനനുസരിച്ച് നമ്മൾ പ്രോസ്പെക്ടസ് ഇറക്കും. പബ്ലിക് കമ്പനി ആണെങ്കിൽ പ്രോസ്പെക്ടസ് ഇറക്കും. ആ പ്രോസ്പെക്ടസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പബ്ലിക്കിന് എന്തായിരിക്കാം, മെമ്പേഴ്സ് ആവാം. എന്നിട്ട് അവർക്കുള്ള ഷെയർ അലോട്ട് ചെയ്യാണ് ചെയ്യുക.
പബ്ലിക് കമ്പനിയിലാണ് നമ്മൾ ഷെയർ കൂടുതലാക്കുക. മറ്റേ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അറിയണവരെന്നായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അധികം നിക്ഷേപിക്കുക. പബ്ലിക് കമ്പനി ആണെങ്കിലും റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ ത്രൂ പബ്ലിക് ആണ്. സോ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആര് വാങ്ങും? മെമ്പേഴ്സ് വാങ്ങുകയാണ് ചെയ്യാറ്. ഓക്കെ, പിന്നെ നമ്മുടെ വരുന്ന സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ സ്റ്റേജ്. ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ആണ് നമ്മുടെ ഫോർമാലിറ്റീസ് ഓഫ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തരും. നമ്മൾ MOA അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നൽകുക. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടായാൽ തന്നെ നമുക്ക് കമ്പനി കമൻസ് ചെയ്യാം. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്നുള്ള ഒന്നുകൂടി വേണം. അത് നമ്മൾ എത്ര ക്യാപിറ്റൽ റൈസ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്തായിരിക്കും? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൂൾസ് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്നൊക്കെ പറയാം. ഓക്കെ, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് അവർ ഔട്ട്ലൈൻ ചെയ്യുന്നവരുടെ പേർപ്പസ് എന്താണ്, സ്കോപ്പ് എന്താണ്, സ്ട്രക്ചർ എന്താണ് കമ്പനിയുടെ എന്നൊക്കെ അറിയിക്കുന്നതാണ് ഒരു മെമ്മോറാണ്ടം. അത് കമ്പനിയുടെ ഒരു ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ് ആയിട്ടാണ് മെമ്മോറാണ്ടം അറിയുക. കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെമ്മോറാണ്ടത്തിൽ നമ്മൾ പറയുക. കമ്പനിയും സ്റ്റേക്ക് ഹോൾഡേഴ്സും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കമ്പനിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് അതിൽ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് ആണ്, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. കമ്പനിയുടെ പേർപ്പസ്, സ്കോപ്പ്, സ്ട്രക്ചർ ഒക്കെ ആയിരിക്കും നമ്മൾ പറയുക. കമ്പനി വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് എന്നുള്ള എക്സ്റ്റേണൽ പാർട്ടി അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വരിക? കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സെക്ഷൻ 30 പ്രകാരം വരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് നെയിം ക്ലോസ്. നെയിം ക്ലോസിൽ എന്തായിരിക്കും? പറയുന്ന പോലെ തന്നെ നെയിമാണ്, നമ്മുടെ കമ്പനിയുടെ നെയിം സ്പെസിഫൈ ചെയ്ത കമ്പനിയുടെ നെയിമിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ആ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പിന്നെ വരും രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. അതിൽ നമ്മൾ ഏത് സ്പെസിഫിക് രജിസ്റ്റർ ഓഫീസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ അടങ്ങിയ ഡീറ്റെയിൽസ് ആണ് സ്പെസിഫൈ ചെയ്യുക. പിന്നാണ് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസിൽ എന്തായിരിക്കും? അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യും നമ്മുടെ പേർപ്പസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, മിഷൻ, വിഷൻ എന്നുള്ള നമ്മൾ എന്തിനാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തുള്ളതൊക്കെ ഒബ്ജക്റ്റ് ക്ലോസിലാണ് ഉണ്ടായിരിക്കുക. പിന്നെ വരുന്ന ലാബിലിറ്റി ക്ലോസ് ആണ്. മെമ്പേഴ്സിന് സ്പെസിഫൈ ആയിട്ട് എത്ര ലാബിലിറ്റി ഓരോ മെമ്പേഴ്സിന് വരുന്നതാണ് ലാബിലിറ്റി ക്ലോസ്. പിന്നെ നമുക്ക് ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്. ക്യാപിറ്റൽ ക്ലോസിൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്നും നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ അതൊക്കെ ക്യാപിറ്റൽ വൈസ് നമ്മുടെ മൂലധനം എത്രത്തോളം ഉണ്ട്, നമ്മൾ ഓതറൈസ്ഡ് എത്രയാണ്, ഇഷ്യൂഡ് എത്രയാണെന്നൊക്കെ അറിയിക്കുന്നതാണ് ക്യാപിറ്റൽ ക്ലോസ് ഉണ്ടാവുക. പിന്നെ വരുന്നത് അസോസിയേഷൻ ക്ലോസ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നും പറയും. അതിൽ നമ്മൾ ഷെയർസിലെ നമ്പേഴ്സ്, സബ്സ്ക്രൈബ് ചെയ്ത ഡീറ്റെയിൽസ്, നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് കമ്പനിയുടെ പേർപ്പസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലേ, കമ്പനിയുടെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നു, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കുറച്ചും കൂടി ട്രാൻസ്പെറൻസി നമുക്ക് പ്രൊവൈഡ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പേർപ്പസ് എന്താണെന്നും ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്, അവരെ അവെയർ ആക്കുന്നുണ്ട്, അവർക്ക് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്, പവേഴ്സ് ഉണ്ടെന്ന് അവരെ അറിയിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എസെൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്, ലീഗൽ റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് കമ്പനീസിൻ്റെ പവേഴ്സ് ആണ് അതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അഥവാ നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യണമെങ്കിൽ, ചേഞ്ചസ് വരണമെങ്കിൽ നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ അത് ആൾട്രേഷൻ വരുത്താനും പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറഞ്ഞൊരു ക്രിട്ടിക്കൽ ഡോക്യുമെൻ്റ് ആണ്. അതിൽ ഔട്ട്ലൈൻ ചെയ്യുന്നത് പർപ്പസ്, സ്കോപ്പ്, സ്ട്രക്ചർ ഓഫ് കമ്പനിയാണ്. കൂടുതൽ ട്രാൻസ്പെറൻസിക്കും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡിസിഷൻ മേക്കിംഗ് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കമ്പനി ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഇത് ഉപയോഗിക്കാം. കാരണം കമ്പനി എന്താണെന്നുള്ള ഒരു എക്സ്റ്റേണൽ അഫെയർ ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റുമാണ് കേട്ടോ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ 7 സബ്സ്ക്രൈബേഴ്സ് സൈൻ ചെയ്തിരിക്കണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര് സൈൻ ചെയ്തിട്ടേ അത് ലീഗാലിറ്റിയിൽ വരുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അപ്പോൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എക്സ്റ്റേണൽ അഫെയർ ആണെന്ന്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നത് ഇന്റേണൽ അഫെയർസ് ആണ്. ഈ ഡോക്യുമെൻ്റ് ഔട്ട്ലൈൻ ചെയ്യുന്നത് ഇന്റേണൽ റൂൾസ്, റെഗുലേഷൻസ്, പവേഴ്സ്, ഡ്യൂട്ടീസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിൻ്റെ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്, അത്തരത്തിലുള്ളതാണ് നമ്മുടെ
ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയാം. അതിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ പറ്റിയിട്ടൊക്കെ പറയും. ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർസ് ആണ്, ഷെയർ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ഡയറക്ടേഴ്സും ഓഫീസേഴ്സും ആരാണ് നമ്മൾ റിഗാർഡ് ചെയ്യും. റെഗുലേഷൻസ് ചെയ്തിട്ട് റൂൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ്. അതേപോലെ തന്നെ വരുന്നതാണ് മീറ്റിങ്ങിനെ പറ്റിയിട്ട്. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ്സ്, പ്രൊസീജിയേഴ്സ്, നോട്ടീസ് പീരിയഡിനെ പറ്റിയിട്ട്, കോറം എത്ര മെമ്പേഴ്സ് വേണം കോറം തികയാന്ന് വെച്ചാൽ അതുണ്ടായിരിക്കും. വോട്ടിംഗ് റിക്വയർമെൻറ്റ് എങ്ങനെയുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഓഡിറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അതിനെ പറ്റിയുള്ള റൂൾസ് ആണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് എങ്ങനെയെന്നും അതെങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും ഒക്കെ ഉണ്ടായിരിക്കും. ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മളത് ക്ലിയർ ചെയ്യാറുണ്ട്. ഇൻ കേസ് ഓഫ് ഫൈൻഡിങ് അപ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ അത് ഓൾറെഡി നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഓഫീസിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ അത് പ്രിൻ്റഡ് ആയിട്ട് ഡിവൈഡ് പാരഗ്രാഫ് സീരിയൽ നമ്പർ വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇനി വല്ല ആൾട്രേഷനും വരുത്തണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കണം. മീറ്റിങ്ങിനെ പറ്റിയിട്ടുണ്ടായിരിക്കും, വൈൻഡിങ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതിലുള്ള എല്ലാ റൂൾസും അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ലോൺസിൻ്റെ മെത്തേഡ്സ് ഓഫ് ലോൺ സെക്യൂറിങ്ങിനെ കാര്യം ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇന്റേണൽ അഫയേഴ്സ് അടങ്ങിയതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ്. ഇത് പബ്ലിക് കമ്പനി ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുള്ളൂ. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാ? നമ്മൾ പബ്ലിക്കിലോട്ട് അറിയിക്കുകയാണ് ഞങ്ങളുടെ ഇങ്ങനൊരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി ഉള്ളത് തന്നെയാണ്, അപ്പോൾ നമുക്ക് ഷെയർ വാങ്ങണമെങ്കിൽ വാങ്ങാം എന്ന രീതിയിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ട് ഇൻവിറ്റേഷൻ ആണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പബ്ലിക് ഓഫർ ഉണ്ട് എന്നുള്ളൊരു ഇൻവിറ്റേഷൻ തരികയാണ് പബ്ലിക്. ഓക്കെ, ഇനി സർട്ടിഫിക്കറ്റ് ഇൻ ലൂ ഓഫ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ അവർ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഇല്ല, സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഇറക്കുന്നത്. ഇപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡിബഞ്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്നാന്നുണ്ടായിരിക്കും, നമ്മുടെ നെയിം ആൻഡ് രജിസ്റ്റർ ഓഫീസ് ഓഫ് കമ്പനി ഏതാണെന്നുണ്ടായിരിക്കും, ആൻഡ് ആൾസോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രസൻറ്റ് ആയിട്ടുള്ള അവരുടെ സെബി ഗൈഡ് ലൈൻ പ്രകാരമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ എത്ര വോട്ടിംഗ് റേറ്റ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ എത്രയെന്നുണ്ടായിരിക്കും. പിന്നെ നെയിം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് പ്രോസ്പെക്ടസ് വന്നിട്ടുള്ളത് ഉണ്ടായിരിക്കും. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഓക്കെ, പിന്നെ റീഫണ്ടിൻ്റെ ഇഷ്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ലീഡിംഗ് മാനേജേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ആൾസോ നമ്മുടെ എത്ര ഇഷ്യൂ ഓഫ് അലോട്ട്മെൻറ്റ്, റീഫണ്ടിൻ്റെ കേസ് 10 വീക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നും അതൊക്കെ അവർ മെൻഷൻ ചെയ്യും. പിന്നെ ഓപ്പണിംഗ് ഡേറ്റ് എന്നാന്നും ക്ലോസിംഗ് ഡേറ്റ് എന്നാന്നും ഇഷ്യൂൻ്റെ ഉണ്ടായിരിക്കും. പിന്നെ ഉണ്ടാവുക ക്രിസൽ റേറ്റിംഗ് ആണ്. ക്രിസൽ റേറ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ക്രിസൽ മീൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ലിമിറ്റ് ഇന്ത്യ ആണ്. അപ്പോൾ ക്രിസൽ പറഞ്ഞാൽ റേറ്റ് ചെയ്യാണ് നമ്മുടെ എന്താ റേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനി അല്ലെങ്കിൽ നമ്മൾ പ്രോസ്പെക്ടസ് വാങ്ങുമ്പോൾ അതിന് എത്രത്തോളം ലീഗാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ റേറ്റിംഗ് നോക്കുമ്പോൾ നല്ലൊരു ഹൈ ഡിഗ്രി ഉള്ള കമ്പനിയാണോ അതോ നമുക്ക് ഗ്രോത്ത് ഉള്ള കമ്പനിയാണോ, അതിൻ്റെ ഡയമെൻഷൻസ് അറിയാൻ ക്രിസൽ റേറ്റിംഗ് ആണ് ചെയ്യാറ്. അപ്പോൾ ഓരോ കമ്പനീനെ ഇവർ അവരുടെ മെഷർമെൻറ്റ് വെച്ച് റേറ്റിംഗ് നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് സേഫ്റ്റി ആണോ, സേഫ്റ്റി ആണല്ലോ നമ്മൾ മെഷർ ചെയ്യുക. സേഫ്റ്റി ഉള്ളതാണെങ്കിൽ ആ കമ്പനിക്ക് ട്രിപ്പിൾ എസ് ഉണ്ടായിരിക്കും. കുറച്ച് ലോ ആണെങ്കിൽ AA ആണ് ഉണ്ടാവുക റേറ്റിംഗിൽ. D ആണെങ്കിൽ അത് ഡെഫിഷ്യൻസി, ഏറ്റവും കുറവാണെങ്കിൽ സാധ്യത മീൻസ് സേഫ്റ്റി കുറച്ച് കുറവാണെന്ന് അറിയിക്കുന്നതാണ് D ഉണ്ടാവുക. അപ്പോൾ ക്രിസൽ റേറ്റിംഗ് അത് കൊടുക്കാറുണ്ട്. പിന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ, ഡെപ്റ്റും അങ്ങനെ എത്രയാണ് അവർ സ്ട്രക്ചർ വെച്ചിട്ടുള്ളതെന്ന് അറിയിക്കും. പിന്നെ അവർ ഇഷ്യൂ ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നും കൂടി അവരറിയിക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് പ്രോസ്പെക്ടസിൽ വരുന്നത്. അപ്പം നമ്മുടെ കമ്പനി ഫോം ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. പബ്ലിക് കമ്പനി ആണെങ്കിൽ പ്രോസ്പെക്ടസും ഉണ്ടാവും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എക്സ്റ്റേണൽ അഫയേഴ്സും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇന്റേണൽ അഫയേഴ്സും ആണ് പറയുക. ഓക്കെ, പിന്നെ സ്റ്റേജ് ഓഫ് കമ്പനി ഏതൊക്കെയാണ്? പ്രൊമോഷൻ സ്റ്റേജ്, ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ആൻഡ് റേസിംഗ് ഷെയർ ക്യാപിറ്റൽ സ്റ്റേജ് എന്നുള്ള സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കുക. താങ്ക് യു.